നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബുവും സുധീഷ് കുമാറും SIT കസ്റ്റഡിയിൽ. KS ബൈജു റിമാൻഡിൽ. സ്വർണ്ണവാതിൽ സംബന്ധിച്ച് മഹസറിൽ ദുരൂഹത. സ്വർണത്തെക്കുറിച്ച് പരാമർശമില്ല. പഴയ പാളികൾ മുരാരി ബാബുവിനെ ഏൽപ്പിക്കുന്നതായും മഹസർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശക്തമായ സമരത്തിനൊരുങ്ങി കോൺഗ്രസ്. ബുധനാഴ്ച സെക്രട്ടേറിയറ്റ് മാർച്ച്. ദേവസ്വം മന്ത്രിയും ബോർഡും രാജിവെക്കണമെന്ന് സണ്ണി ജോസഫ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാറ്റുമെന്ന് CPM. തെരുവുനായ പ്രശ്നത്തിൽ ഇടക്കാല ഉത്തരവുമായി സുപ്രീം കോടതി. പൊതുയിടങ്ങളിൽ നിന്ന് തെരുവുനായ്ക്കൾ അടക്കമുള്ള മൃഗങ്ങളെ നീക്കണമെന്ന് കോടതി. വന്ധീകരിച്ച ശേഷം നായ്ക്കളെ പിടികൂടിയ സ്ഥലങ്ങളിൽ തിരികെ വിടരുതെന്നും കോടതി. നിരീക്ഷണത്തിനായി പെട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണമെന്ന് സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം. കേസിൽ കക്ഷി ചേർന്നവരിൽ പത്തനംതിട്ടയിൽ പേവിഷബാധയേറ്റ് മരിച്ച 12-കാരി അഭിരാമിയുടെ അമ്മയും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച വേണുവിന് എല്ലാ ചികിത്സയും നൽകിയെന്ന് കാർഡിയോളജി വിഭാഗം ഡോക്ടർമാർ. ചികിത്സാ പിഴവെന്നും നിയമ പോരാട്ടം തുടരുമെന്നും കുടുംബം. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ സുപ്രധാന നിരീക്ഷണവുമായി സുപ്രീം കോടതി. അപകടം പൈലറ്റിന്റെ പിഴവ് മൂലം അല്ലെന്നും അങ്ങനെ ആരും വിശ്വസിക്കുന്നില്ലെന്നും നിരീക്ഷണം. SP സുജിത് ദാസിനെതിരെ പരാതി നൽകിയതിന് പിന്നാലെ പ്രതികാര നടപടിക്കിരയായെന്ന് SI ശ്രീജിത്ത്. നിയമ പോരാട്ടം തുടരുമെന്നും പോലീസിലെ പുഴുക്കുത്തുകളെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്നും ശ്രീജിത്ത് അമൃത വാർത്തയോട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും SIT കസ്റ്റഡിയിൽ വിട്ടു. KS ബൈജുവിനെ റിമാൻഡ് ചെയ്തു. മുരാരി ബാബുവിനെ തിങ്കളാഴ്ച വരെയും സുധീഷ് കുമാറിനെ 12-ാം തീയതി വരെയുമാണ് കസ്റ്റഡിയിൽ വിട്ടത്. കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിലാണ് ബൈജുവിനെ റിമാൻഡ് ചെയ്തത്. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതും 12-ലേക്ക് മാറ്റി. കണ്ണൻ ദേവി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. കണ്ണൻ, കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകുന്നുവെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസമാണ് KS ബൈജുവിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഒപ്പം മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിലും വിട്ടിരിക്കുന്നു. വിവരങ്ങൾ. അതെ, തീർച്ചയായും ഈ അന്വേഷണം അതിവേഗം പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം ഇന്ന് ഈ റാന്നി കോടതിയിൽ ഹാജരാക്കിയ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും ഒപ്പം KS ബൈജുവിനെയുമാണ് ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കിയത്. ഇതിൽ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും SITയുടെ ആവശ്യപ്രകാരം SITയുടെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. KS ബൈജുവിനെ റിമാൻഡ് ചെയ്തു. അതായത് കട്ടളപ്പാളിയിലെ സ്വർണം കൊള്ള ചെയ്ത കേസിലാണ് ഈ സുധീഷ് കുമാറിനെ കസ്റ്റഡിയിൽ വിട്ടത്. ഈ തിങ്കളാഴ്ച വരെയാണ് ഈ മുരാരി ബാബുവിനെ SITയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. സുധീഷ് കുമാറിനെ 12-ാം തീയതി വരെയും കസ്റ്റഡിയിൽ വിട്ടു. ഇരുവരെയും തെളിവെടുപ്പിനടക്കം കൊണ്ടുപോകേണ്ടതുണ്ട്, കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത് കോടതി അറിയിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കസ്റ്റഡി അനുവദിച്ചത്. ശബരിമലയിൽ ഉൾപ്പെടെ അടുത്ത ദിവസങ്ങളിൽ ഇവരെ തെളിവെടുപ്പിന് എത്തിക്കേണ്ടതുണ്ട്. മുരാരി ബാബു 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി 10-ാം തീയതി തീരും. അതിനു മുൻപ് ഈ 3 പേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുകയും കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയും വേണം. അത്തരത്തിൽ ആവശ്യം ഉന്നയിച്ചതുകൊണ്ടാണ് ഇന്ന് റാന്നി കോടതി ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ ഈ KS ബൈജുവിനെയും കസ്റ്റഡിയിൽ വാങ്ങും. ഇവരെ മോദരിയും ശബരിമലയിൽ അടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. മണ്ഡലകാലമൊക്കെ ആരംഭിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്. അതിനു മുൻപ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ SIT നീക്കം നടത്തുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഇവരെ മുരാരി ബാബുവിനെ സുധീഷ് കുമാറിനെ SITയുടെ കസ്റ്റഡിയിൽ വിട്ടു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ശരി, കണ്ണൻ ദേവാണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല ശ്രീകോവിലിന്റെ സ്വർണ്ണവാതിൽ സംബന്ധിച്ച് മഹസറിൽ ദുരൂഹത. 2019 മാർച്ച് 3-ാം തീയതി പുതിയ സ്വർണ്ണവാതിൽ ഘടിപ്പിച്ചപ്പോൾ എഴുതിയ മഹസർ പുറത്തുവന്നു. വാതിൽ പാളികൾ എന്നല്ലാതെ സ്വർണത്തെക്കുറിച്ചുള്ള ഒരു പരാമർശവും മഹസറിലില്ല. പുതിയ സ്വർണ്ണവാതിൽ വെച്ച ശേഷം പഴയ പാളികൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ ഏൽപ്പിക്കുന്നതായി മഹസറിൽ പറയുന്നു. പഴയ വാതിലിലെ സ്വർണവും കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം SITക്ക് നിർദ്ദേശം നൽകിയിരുന്നു.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. ബുധനാഴ്ച സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. ദേവസ്വം മന്ത്രിയും ബോർഡും രാജിവെക്കണമെന്ന് സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. സ്വർണ്ണക്കൊള്ള ഹൈക്കോടതിയുടെ ആവർത്തിച്ചുള്ള നിരീക്ഷണങ്ങൾ ഞെട്ടിക്കുന്നതാണെന്നും അന്താരാഷ്ട്ര ടെമ്പിൾ മോഷണം എന്ന രീതിയിലാണ് മോഷണത്തെ കോടതി ഉപമിച്ചതെന്നും സണ്ണി ജോസഫ് വിമർശിച്ചു. ശബരിമല കൊള്ളയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പങ്ക്, ദേവസ്വം ബോർഡിന്റെയും ഉന്നതന്മാരുടെയും പങ്ക് വളരെ പ്രകടമാണ് എന്ന് കോടതി തന്നെ സമ്മതിച്ച കാര്യത്തിൽ ദേവസ്വം ബോർഡ് അധികാരികളും ദേവസ്വം മന്ത്രിയും രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് KPCCയുടെ നേതൃത്വത്തിൽ വരുന്ന 12-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താൻ ഇന്ന് രാവിലെ ചേർന്ന കോൺഗ്രസ് നേതൃയോഗം അവൈലബിൾ ഭാരവാഹികളുടെയും മുതിർന്ന നേതാക്കന്മാരുടെയും യോഗം തീരുമാനിച്ചിരിക്കുന്നു. 12-ാം തീയതി സംസ്ഥാന നേതാക്കന്മാരും തിരുവനന്തപുരം ജില്ലയിലെ പ്രവർത്തകരും പങ്കെടുക്കുന്ന മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് ഇത് സംബന്ധിച്ച് നടത്തുന്നതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാറ്റുമെന്ന് CPM, ആരാകുമെന്ന് പിന്നീട് അറിയിക്കാമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഇല്ല, അത് ഗവൺമെന്റല്ലേ തീരുമാനിച്ച് പറയേണ്ടത്, ഞങ്ങളല്ലോ ഏതായാലും തീരുമാനിച്ചിട്ടുണ്ട്. അതിപ്പോ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല, അതിന്റെ പ്രോസസ് നീക്കുമ്പോൾ മനസ്സിലാവുമല്ലോ ആരാണ് എന്താണ്. തെരുവുനായ പ്രശ്നത്തിൽ ഇടക്കാല ഉത്തരവുമായി സുപ്രീംകോടതി. പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവുനായ്ക്കളെ നീക്കണമെന്ന് സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി. തെരുവുനായ്ക്കളെ ഒഴിവാക്കാൻ 2 ആഴ്ചത്തെ സമയം സുപ്രീംകോടതി സംസ്ഥാനങ്ങൾക്ക് നൽകി. അലഞ്ഞു നടക്കുന്ന മൃഗങ്ങളെ ദേശീയപാതയിൽ നിന്ന് ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റിക്കും നിർദ്ദേശമുണ്ട്. തെരുവുകളിൽ അലയുന്ന നായ്ക്കൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ കൂടുതലായി അനുഭവിക്കുന്നത് കുട്ടികളാണെന്ന് കോടതി നിരീക്ഷിച്ചു. അതിനിടെ പത്തനംതിട്ടയിൽ പേവിഷബാധയേറ്റ് മരിച്ച 12-കാരി അഭിരാമിയുടെ അമ്മയും കേസിൽ കക്ഷി ചേർന്നു. തെരുവുനായ വിഷയത്തിൽ മുൻപ് നൽകിയ നിർദ്ദേശത്തിന്റെ തുടർച്ചയായാണ് ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി ഇറക്കിയത്. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബസ് സ്റ്റേഷനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്ന് പൂർണ്ണമായും തെരുവുനായ്ക്കളെയും അലഞ്ഞു തിരിയുന്ന മൃഗങ്ങളെയും ഒഴിവാക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മെഹ്ത, NV അഞ്ചാരിയ എന്നിവരടങ്ങിയ 3-അംഗ ബെഞ്ചാണ് നിർണായക ഉത്തരവിറക്കിയത്. 2 ആഴ്ചയ്ക്കുള്ളിൽ പൊതുവിടങ്ങളിൽ നിന്ന് തെരുവുനായ്ക്കളെ കണ്ടെത്തി ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റാനാണ് കോടതി നിർദ്ദേശം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറമെ ആശുപത്രികൾ, ബസ് സ്റ്റേഷനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങി ജനങ്ങൾ കൂടുതലായി എത്തുന്ന സ്ഥലങ്ങളിൽ തെരുവുനായ്ക്കൾ ഉള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ വേലികൾ നിർമ്മിക്കാനും സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ഈ നടപടികൾ 8 ആഴ്ച കൊണ്ട് പൂർത്തിയാക്കണം. ഇത്തരം സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ നോഡൽ ഓഫീസർമാരെ നിയമിക്കുവാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടർച്ചയായി പൊതുവിടങ്ങളിലെ സാഹചര്യങ്ങൾ വിലയിരുത്തണം. വന്ധ്യംകരണത്തിന് ശേഷം തെരുവുനായ്ക്കളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണമെന്നും പിടിച്ച നായ്ക്കളെ അതേ സ്ഥലത്ത് തിരികെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കരുതെന്നും കർശന നിർദ്ദേശമുണ്ട്. അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന മൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്നതും ജീവൻ നഷ്ടപ്പെടുന്നതും കുട്ടികൾക്കാണെന്നും കോടതി വ്യക്തമാക്കി. ദേശീയപാതകളിൽ അലഞ്ഞു നടക്കുന്ന മൃഗങ്ങളെ ഒഴിവാക്കാനും സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റിയും ബന്ധപ്പെട്ട സംവിധാനങ്ങളും ഇക്കാര്യങ്ങൾ ഉറപ്പാക്കണമെന്ന് കോടതി പറഞ്ഞു. 3 ആഴ്ചയ്ക്കകം ഇക്കാര്യങ്ങൾ സംബന്ധിച്ച സത്യവാങ്മൂലം നൽകാനാണ് നിർദ്ദേശം. പത്തനംതിട്ടയിൽ പേവിഷബാധയേറ്റു മരിച്ച 12-കാരിയുടെ അമ്മ സുപ്രീം കോടതിയിൽ തെരുവുനായ പ്രശ്നത്തിലെ കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകി. പെരുന്നാട്ടിൽ 2022 മരിച്ച അഭിരാമിയുടെ അമ്മ രജനിയാണ് കോടതിയെ സമീപിച്ചത്. താൻ മകളെ നഷ്ടപ്പെട്ട നിർഭാഗ്യവതിയായ അമ്മയാണെന്നും ഇരകൾക്ക് ധനസഹായം നൽകണമെന്നും രജനി പറഞ്ഞു. ജില്ലാ തലത്തിൽ സമിതികൾ രൂപീകരിക്കണമെന്നും റാബീസ് വാക്സിൻ ലഭ്യത ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മാവേലിക്കര KCB ഓഫീസിൽ തെരുവുനായ ആക്രമണം. ഓഫീസിലെ ജീവനക്കാർക്ക് നേരെയാണ് നായയുടെ ആക്രമണം ഉണ്ടായത്. ഒരാൾക്ക് കടിയേറ്റു. മറ്റൊരു യുവതിക്ക് നേരെ നായ ചാടി വീണു. രക്ഷപ്പെടുന്നതിനിടെ യുവതിക്ക് വീണു പരിക്കേറ്റു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ അമൃത വാർത്തയ്ക്ക് ലഭിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ ഹൃദ്രോഗി മരിച്ചെന്ന ആരോപണത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നാളെ റിപ്പോർട്ട് സമർപ്പിക്കും. അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. DMEയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും ആരോഗ്യവകുപ്പിന്റെ തുടർ നടപടികൾ. വേണുവിന് പ്രോട്ടോകോൾ പ്രകാരം ചികിത്സ നൽകിയതായി കാർഡിയോളജി വിഭാഗം മേധാവി അറിയിച്ചു. മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് കൊല്ലം പത്മനാഭ സ്വദേശി വേണു മരിക്കാനിടയായ സാഹചര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് ഇന്നലെയാണ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നാളെ ആരോഗ്യവകുപ്പിന് സമർപ്പിക്കും. ഡ്രൈവറായ വേണുവിനെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്.
എന്നാൽ 5 ദിവസം പിന്നിട്ടിട്ടും ആരും തിരിഞ്ഞു നോക്കാതിരിക്കുകയും ഒരു ചികിത്സയും ലഭിക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് മെഡിക്കൽ കോളേജിലെ കാർഡിയോ വിഭാഗത്തിനെതിരെ സുഹൃത്തിന് ശബ്ദ സന്ദേശം അയച്ച ശേഷം മരണത്തിന് കീഴടങ്ങിയത്. അതേസമയം വേണുവിന്റെ മരണത്തിൽ വിശദീകരണവുമായി കാർഡിയോളജി വിഭാഗം ഡോക്ടർമാർ രംഗത്തെത്തി. നെഞ്ചുവേദന തുടങ്ങി 24 മണിക്കൂർ കഴിഞ്ഞാണ് ആശുപത്രിയിലെത്തിയത്. വേണുവിന് പ്രോട്ടോകോൾ അനുസരിച്ച് കൊടുക്കാവുന്നതിൽ മികച്ച ചികിത്സ നൽകിയതായി കാർഡിയോളജി വിഭാഗം മേധാവി പറഞ്ഞു. ഈ രോഗി വന്നത് നെഞ്ചുവേദനയായിട്ടാണ്. നവംബർ 1 ഇവിടെ കാഷ്വാലിറ്റി വന്നു. ഹാർട്ട് അറ്റാക്ക് ആണെന്ന് സ്ഥിരീകരിച്ചു. ലൈറ്റിക് തെറാപ്പി കൊടുക്കുന്നത് നെഞ്ചുവേദന തുടങ്ങി 12 മണിക്കൂറിനകം വന്നാലാണ് ലൈറ്റിക് തെറാപ്പി കൊടുക്കുന്നത്. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് നെഞ്ചുവേദന തുടങ്ങി കഴിഞ്ഞ് 24 മണിക്കൂറിനകം വരികയാണെങ്കിലാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. ഈ രോഗി അൺഫോർച്ചുനേറ്റ്ലി വന്നത് 24 മണിക്കൂറിന് ശേഷമാണ്. അതുകൊണ്ട് ഈ 2 ട്രീറ്റ്മെൻറ്റ് രീതികളും ഇദ്ദേഹത്തിന് സൂട്ടബിൾ അല്ല എന്ന് കൺസൾട്ടൻറ്റ് തീരുമാനിച്ചു. ബാക്കി മരുന്നുകൾ കൊടുക്കാൻ തീരുമാനിച്ചു. ആ ഡ്രഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പേഷ്യൻറ്റിനെ ഉടനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. പേഷ്യൻ്റ് ഇമ്പ്രൂവ് ചെയ്ത് വരികയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി 5-ാം തീയതി വൈകിട്ട് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഒരു നോൺ കോംപ്ലിക്കേഷൻ ആണ് ഹാർട്ട് അറ്റാക്കിൻ്റെ. ഹാർട്ട് ഫെയിലിയർ വന്നു. പേഷ്യൻ്റ് വെന്റിലേറ്റർ ആക്കി. പേഷ്യൻ്റ് മരിച്ചു. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യവർഗത്തിൻ്റെ എല്ലാവരുടെയും ഒരു കോമൺ കോസ് ഓഫ് ഡെത്ത് ആണ്. എന്നാൽ ഡോക്ടർമാർ പറയുന്നത് കളവാണെന്ന് വേണുവിന്റെ ഭാര്യ പറയുന്നു. മതിയായ അടിയന്തര ചികിത്സ നൽകിയില്ലെന്ന് കുടുംബം ആവർത്തിക്കുന്നു. ചികിത്സ ലഭിക്കാതെ രോഗി മരിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ചികിത്സ കിട്ടാതെ രോഗി മരിക്കാനിടയായത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ഡോക്ടർമാർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരണപ്പെട്ട വേണുവിന്റെ കുടുംബത്തെ കൊല്ലം പന്മനയിലെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ 13-ാം തീയതി മുതൽ സമ്പൂർണ്ണ പണിമുടക്കിലേക്ക്. ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. അത്യാഹിത സേവനങ്ങൾ ഒഴികെയുള്ള എല്ലാ സേവനങ്ങളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കും. വിവിധ തസ്തികകളിലെ ശമ്പളത്തിലെ അപാകതകൾ പരിഹരിക്കുക, 2016 മുതലുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക, പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിന് മുൻപ് ആവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കുക, അശാസ്ത്രീയമായ പുനർവിന്യാസം അവസാനിപ്പിക്കുക എന്നിവ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നവംബർ 13-ന് ഡോക്ടർമാർ സമ്പൂർണ്ണ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മാസം 13-ന് അത്യാഹിത വിഭാഗം ഒഴികെയുള്ള മറ്റെല്ലാ സേവനങ്ങളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുറച്ചുനാളായി KGMCTA പ്രതിഷേധത്തിലാണ്. എന്നാൽ ലേബർ റൂം, കാഷ്വാലിറ്റി, ICU സേവനങ്ങൾ നൽകിയിരുന്നു. പ്രതിഷേധം ഈ രീതിയിൽ തുടർന്നിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കടുത്ത തീരുമാനത്തിലേക്ക് KGMCTA എത്തിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മലപ്പുറം SP സുജിത് ദാസിനെതിരെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാഞ്ഞതോടെ ജോലി ഉപേക്ഷിച്ച സംഭവത്തിൽ കൂടുതൽ പ്രതികരണവുമായി SI ശ്രീജിത്ത്. SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയിൽ SP സുജിത് ദാസിനെതിരെ പരാതി നൽകിയ SI ശ്രീജിത്ത് കഴിഞ്ഞ ദിവസം DGP-ക്ക് രാജിക്കത്ത് നൽകിയിരുന്നു. പരാതി നൽകിയതിന് പിന്നാലെ പ്രതികാര നടപടിക്ക് ഇരയായെന്നും ഇനി സർവീസിൽ തുടരുന്നതിനോട് താൽപര്യമില്ലെന്നും ശ്രീജിത്ത് പറഞ്ഞു. താൻ ഇനിയും നിയമപോരാട്ടം തുടരുമെന്നും വരും ദിവസങ്ങളിൽ പോലീസ് സേനയിലെ പുഴുക്കുത്തുകളെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്നും ശ്രീജിത്ത് അമൃത വാർത്തകളോട് പറഞ്ഞു. ഞാൻ അന്നത്തെ മലപ്പുറം SP ആയിരുന്ന ശശിധര സാറിന് ഒരു ഇൻറ്റിമേഷനാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് നൈമഡ് കവറിൽ, അതായത് ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ചിട്ട് എനിക്കൊരു അറിവ് ലഭിച്ചിട്ടുണ്ട്. ആ ഇൻഫർമേഷൻ പിന്നീട് എനിക്ക് തോന്നുന്നു സാർ അത് DGP-ക്ക് ഫോർവേഡ് ചെയ്തു. അത് DI തിരിച്ച് വീണ്ടും മലപ്പുറത്ത് തന്നെ അന്വേഷിക്കാൻ കൊടുക്കുന്നു. അതിൻ്റെ ആ ഡ്യൂ കോഴ്സ് ഓഫ് അന്വേഷണം നടക്കുന്ന സമയത്താണ് നമ്മുടെ മുൻ നിലമ്പൂർ MLA ആയിരുന്ന അൻവർ സാർ എന്ത് ചെയ്യുന്നത്, ഇതേ പരാതി എന്ത് ചെയ്യുന്നത്, ടേക്കപ്പ് ചെയ്തിട്ട് വീണ്ടും കൊടുക്കുന്നത്. അതിലാണ് പിന്നീട് ഈ പറയുന്ന സുജിത സാറ് ഫോൺ സംഭാഷണം നടത്തുന്നതും ഈ കേരളത്തിൽ ഇത്രയും വലിയ രാഷ്ട്രീയ കോലാഹലങ്ങളും ഉണ്ടാകുന്നത്. നമുക്കൊരു കൃത്യമായ മറുപടി തരുന്നില്ല. അവരെന്തെങ്കിലുമൊക്കെ വിവരാശത്തിന് ചില ലൂപ്പ് ഹോളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, മറുപടി തരാതെ വരുന്നൊരു സാഹചര്യത്തിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. ഇനി അത് നമ്മൾ അകത്ത് നിന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കുറേ പരിമിതികളുണ്ട്. കാരണം ഇപ്പോഴും ശ്രീജിത്ത് സബ് ഇൻസ്പെക്ടർ പോലീസ് അണ്ടർ സസ്പെൻഷൻ എന്നും പറഞ്ഞുള്ള പരാതികളും വിവരാവകാശം കൊടുക്കുന്നത്. ഈവൻ ഇഫ് നമ്മൾ കോടതി പോകണമെങ്കിൽ, ഞാൻ ഈ വിഷയത്തിൻ്റെ അന്ന് മരമുറിയുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാനായിട്ട് ഒരു അനുമതി ചോദിച്ചിട്ട് 6 മാസമായി. അതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള മറുപടി എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ തന്നിട്ടില്ല. ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയിലൂടെ എത്തിയത് 36,000 കോടിയുടെ നിക്ഷേപവും 50,000 തൊഴിലവസരങ്ങളുമെന്ന് മന്ത്രി P. രാജീവ്. ആലുവ ചുള്ളുങ്ങൻവേലിക്കടുത്ത് ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയിലൂടെ വന്ന 100ാമത്തെ പദ്ധതിയായ NDR സ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ വെയർഹൌസിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് ശൃംഖലയ്ക്ക് തറക്കല്ലിട്ടാണ്
തറക്കല്ലിട്ട് സംസാരിക്കുമ്പോഴായിരുന്നു മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. നിക്ഷേപ നിർദ്ദേശങ്ങൾ പദ്ധതികളാക്കി മാറ്റുന്നതിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ മുന്നിലാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. 250 കോടി രൂപ മുതൽ മുടക്കിൽ NDR സ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപിക്കുന്ന A ഗ്രേഡ് വെയർഹൌസിംഗ് ആൻഡ് ലോജിസ്റ്റിക്സിന്റെ ശിലാസ്ഥാപനമാണ് മന്ത്രി നടത്തിയത്. 16 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ FMCG, ഫാർമസ്യൂട്ടിക്കൽസ്, ഇ-കൊമേഴ്സ്, തേർഡ് പാർട്ടി ലോജിസ്റ്റിക് മേഖലകൾക്ക് അത്യാധുനിക സേവനം ലഭിക്കും. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ പൈലറ്റിനെ ആരും കുറ്റപ്പെടുത്തേണ്ടതില്ല എന്ന് സുപ്രീം കോടതി. പൈലറ്റിന്റെ പിഴവ് മൂലമാണ് അപകടമെന്ന് രാജ്യത്ത് ആരും വിശ്വസിക്കുന്നില്ല എന്നും ജസ്റ്റിസ് ജോയ് മല്യ ബാങ്ചി പറഞ്ഞു. അപകടത്തിന് കാരണം പൈലറ്റ്മാരാണെന്ന തരത്തിൽ വാൾ സ്ട്രീറ്റിൽ വന്ന ലേഖനത്തെ സുപ്രീം കോടതി നിശിതമായി വിമർശിച്ചു. അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ പൈലറ്റ് സുമിത് സബർവാളിന്റെ പിതാവ് നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് സുപ്രധാന നിരീക്ഷണങ്ങൾ ഉണ്ടായത്. സംഭവത്തിൽ പ്രത്യേക അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പുഷ്കർ രാജ് സബർവാൾ സുപ്രീം കോടതിയിലെത്തിയത്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം സ്വതന്ത്രമല്ലെന്ന് പുഷ്കർ രാജ് പറഞ്ഞു. അപകടത്തിൽ പൈലറ്റുമാരെ ആരും കുറ്റപ്പെടുത്തുന്നില്ല എന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ് മല്യ ബാങ്ചി അടങ്ങിയ ബെഞ്ച് പറഞ്ഞു. AAIBയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലും പൈലറ്റുമാരെ കുറ്റപ്പെടുത്തുന്നില്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. പൈലറ്റുമാർക്ക് പിഴവ് സംഭവിച്ചതായുള്ള വിദേശ മാധ്യമ റിപ്പോർട്ടിനെതിരെയും സുപ്രീം കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. വിദേശ മാധ്യമത്തിലെ റിപ്പോർട്ടിനെ പറ്റി തങ്ങൾ ചിന്തിക്കുന്നില്ലെന്ന് ജസ്റ്റിസ് ജോയ് മല്യ ബാങ്ചി പറഞ്ഞു. വാൾ സ്ട്രീറ്റിലെ ലേഖനം വളരെ മോശമായ രീതിയിലാണെന്ന് സുപ്രീം കോടതി കുറ്റപ്പെടുത്തി. വിദേശ മാധ്യമത്തിലെ റിപ്പോർട്ട് രാജ്യത്തെ കോടതി നടപടികളെ സ്വാധീനിക്കില്ലെന്ന് ജഡ്ജിമാർ കൂട്ടിച്ചേർത്തു. അഹമ്മദാബാദ് വിമാന അപകടമുണ്ടായത് പൈലറ്റുമാരുടെ പിഴവാണെന്ന് രാജ്യത്തെ ആരും വിശ്വസിക്കുന്നില്ല എന്നും ജസ്റ്റിസ് ബാങ്ചി വ്യക്തമാക്കി. അപകടവുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. കേസ് ഈ മാസം 10 പരിഗണിക്കും. ജൂണിലുണ്ടായ അപകടത്തിൽ 260 പേരാണ് മരിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജയിലിൽ കഴിയുന്ന യൂട്യൂബർ മോൻസൺ മാങ്കുങ്കലിന്റെ വീട്ടിൽ മോഷണം. കൊച്ചി കലൂരിലെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള വീട്ടിലാണ് മോഷണം നടന്നത്. തട്ടിപ്പ് സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഇവിടെയാണ്. വീട്ടിൽ പരിശോധന തുടരുകയാണ്. പ്രതി പരോളിൽ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്നത് അറിഞ്ഞത്. 20 കോടി രൂപയുടെ പുരാവസ്തുക്കൾ നഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി സംസ്ഥാനത്ത് BJPയുടെ പുതിയ നീക്കം. എല്ലാ മുസ്ലിം വീടുകളിലും BJP സന്ദർശനം നടത്തും. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനം പ്രഖ്യാപിച്ചു. ക്രൈസ്തവ ഗൃഹസന്ദർശനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ മുസ്ലിം സൗഹൃദം BJP ലക്ഷ്യമിടുന്നത്. എന്നാൽ വോട്ട് ലക്ഷ്യമാക്കിയല്ല, BJPയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റാനാണ് സൗഹൃദ സന്ദർശനമെന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുന്നുവെന്ന സന്ദേശമാണ് BJP ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകാൻ ശ്രമിക്കുന്നത്. മുമ്പ് ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുകയും ക്രിസ്മസിന് കേക്ക് നൽകുകയും ചെയ്തത് നേട്ടമായി എന്ന വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിക്കുകയാണ് BJP. എല്ലാ മുസ്ലിം വീടുകളും സന്ദർശിച്ച് ജനങ്ങളുമായി സൗഹൃദം പങ്കിടും. BJP സംസ്ഥാന ഉപാധ്യക്ഷനും കാലിക്കറ്റ് സർവകലാശാല മുൻ VCയുമായ ഡോക്ടർ അബ്ദുസലാമിന്റെ നേതൃത്വത്തിലാണ് ഭവന സന്ദർശനം. വർഗീയ പാർട്ടി എന്ന മിഥ്യാധാരണ ജനങ്ങളിൽ നിന്ന് അകറ്റുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു. ഇതിൽ രാഷ്ട്രീയമില്ല, ഇത് വോട്ട് പിടിക്കാനല്ല, ഇത് ഞങ്ങൾ ട്രസ്റ്റ് ബിൽഡിങ്ങിന് വേണ്ടി ചെയ്യുന്നു. ഇതുവരെ വിഷം നിറച്ച് വെച്ച രാഷ്ട്രീയത്തെ പൊളിക്കാൻ ഒരു ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന്. സിൻസിയറായിട്ട് ഞങ്ങൾ എല്ലാ വീട്ടിലും പോവും. ഈ ടീം എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റീനെ കാണും. ഞങ്ങളുടെ കാഴ്ചപ്പാട് BJP ചെയ്യാൻ ആഗ്രഹിക്കുന്ന, BJP സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വികസിത കേരളം, അത് എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാവരുടെ ഒപ്പം ഞങ്ങൾ ചെയ്യാൻ ആണ് ഞങ്ങളുടെ താല്പര്യം എന്ന് ഞങ്ങൾ മുമ്പോട്ട് കൃത്യമായി പറയും. ദേശീയ ഉപാധ്യക്ഷനായി AP അബ്ദുള്ളക്കുട്ടി അടക്കം മുസ്ലിം സമുദായത്തിൽപ്പെട്ട നേതാക്കൾ സംസ്ഥാനത്തുണ്ട്. സമുദായത്തിൽ നിന്നുള്ള നേതാക്കളെ കളത്തിലിറക്കി മതേതര പാർട്ടിയാണ് എന്ന സന്ദേശം ന്യൂനപക്ഷങ്ങളിൽ എത്തിക്കുകയാണ് BJP ഇതിലൂടെ ചെയ്യുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് കോർപ്പറേഷനിൽ BJP CPM അന്തർധാരയുണ്ടെന്ന ആരോപണവുമായി കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് KC ശോഭിത രംഗത്ത്. വാർഡ് വിഭജനം പോലും നടത്തിയത് നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് ശോഭിത പറഞ്ഞു. അതേസമയം വികസന മുരടിപ്പിന്റെ 5 വർഷമാണ് കടന്നുപോയതെന്നും വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച പാർക്കിംഗ് ഗ്ലാസ് നിർമ്മാണം, മെഫ്യൂസിൽ ബസ് സ്റ്റാൻഡ് പുനർനിർമ്മാണ പദ്ധതി, മീൻചന്ത ബസ് ടെർമിനൽ എന്നിവയിൽ എല്ലാം കടലാസുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണെന്നും ശോഭിത ആരോപിച്ചു. പാളയം ബസ് സ്റ്റാൻഡും പച്ചക്കറി മാർക്കറ്റും പുതിയ പദ്ധതിയുടെ പേരിൽ വൻകിട മാഫിയയ്ക്ക് കൈമാറാൻ UDF അനുവദിക്കില്ല എന്നും അവർ പറഞ്ഞു. ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഏതാണ്ട് 225 കണ്ടിജൻസി തൊഴിലാളി 235 കണ്ടിജൻസി തൊഴിലാളികളെ
അവിടെ നിയമിക്കുകയാണ്. ഇന്നത്തെ കൗൺസിൽ അജണ്ട നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 108 തൊഴിലാളികളെ ഈ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി നിയമിച്ച 108 തൊഴിലാളികളുടെ നിയമനം എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു അജണ്ടയുണ്ട്. അപ്പൊ അജണ്ടകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അഴിമതി ഏറ്റവും ഒടുവിലത്തെ കൗൺസിലിൽ പോലും അവരുടെ നിലപാടുകളോ ഇതുവരെ എടുത്ത സമീപനമോ അവർ മാറ്റിയിട്ടില്ല. അന്തിയുറങ്ങാൻ വീടില്ലാതെ ഓട്ടോറിക്ഷയിൽ കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 4 അംഗ കുടുംബം. കോഴിക്കോട് നഗരത്തിലാണ് മാതാപിതാക്കളും പിഞ്ചു കുഞ്ഞുങ്ങൾക്കും ഈ ദുരിത ജീവിതം. അതിദാരിദ്ര്യമുക്തമെന്ന് കൊട്ടിഘോഷിക്കുന്ന കേരളത്തിലെ കാഴ്ചയാണിത്. അന്തിയുറങ്ങാൻ വീടില്ലാതെ, വാടക കൊടുക്കാൻ പണമില്ലാതെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ജീവിതങ്ങൾ. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി അനിലും ഭാര്യ രമ്യയും 8ഉം 4ഉം വയസ്സുമുള്ള കുട്ടികളുമാണ് 1.5 മാസമായി ഓട്ടോറിക്ഷയിൽ കഴിയുന്നത്. അനിലിന്റെ പരിചയക്കാരന്റെ ഓട്ടോറിക്ഷയാണ്. 4 വയറുകൾ എരിയാതെ നോക്കണം. 8 വയസ്സുകാരിയുടെ പഠനവും. വാടക നൽകാനാവാതെ വന്നതോടെ കഴിഞ്ഞ 11 വർഷത്തിനിടെ പല വീട്ടുടമകളും ഇറക്കി വിട്ടു. ഞങ്ങൾ ഈ ലഗേജുമായിട്ടാണ് ഞങ്ങൾ ഈ നടപ്പ് മുഴുവൻ നടക്കുന്ന മക്കളെയും കൊണ്ടിട്ട് ഈ നടപ്പ് മുഴുവൻ നടന്നേച്ച് ഞങ്ങൾ മെഡിക്കൽ കോളേജിന്റെ താഴത്ത് അയോബിബായും കൊണ്ട് ഞങ്ങൾ അവിടെ ഒരു ദിവസം രാത്രിയിൽ ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ അവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് പോലീസുകാർ കണ്ടത്. അപ്പോൾ അവർ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലെ പോലീസുകാരാണ്. അവരിപ്പോൾ 2-3 ദിവസം ഞങ്ങളെ ക്ലോക്ക് റൂമിലാക്കിയപ്പോൾ അവർ പറഞ്ഞ് 3 ദിവസമൊക്കെ നിൽക്കാം, പിന്നെ രോഗികൾക്ക് വേണ്ടിയിട്ട് വരുന്നവർക്ക് മാത്രം കിടക്കാനുള്ള സ്ഥലം ഇത്, അപ്പോൾ ഞങ്ങളോട് ഇറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഇപ്പൊ നമുക്ക് ഒരു വീട് എന്തായാലും നിർബന്ധ. എനിക്ക് 2 ചെറിയ പെൺകുട്ടികളാണ്. പിന്നെ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിലിപ്പം എന്തിനും ഞങ്ങള് വേറെ വഴിയെ നോക്കുള്ളൂ, ഉറപ്പാ. 1.5 മാസമായി ഓട്ടോറിക്ഷയ്ക്കകത്താണ് ജീവിതം. അനിൽ സവാരി പോകുമ്പോൾ രമ്യയെയും കുട്ടികളെയും വഴിയിൽ നിർത്തും. പൊതു ശൗചാലയങ്ങളെയും കുളിമുറികളെയും ആശ്രയിച്ചാണ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നത്. റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡുമൊക്കെ ഉണ്ടെങ്കിലും 4 അംഗ കുടുംബത്തിന് മുമ്പിൽ എല്ലാ വാതിലുകളും കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ്. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം എസ് വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. യുവ സംവിധായകർ പ്രതികളായ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ച എക്സൈസ്. ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ, ഛായാഗ്രഹകൻ സമീർ താഹിർ എന്നിവരാണ് കേസിലെ പ്രതികൾ. സമീർ താഹിറിന്റെ അറിവോടെയാണ് ഫ്ളാറ്റിലെ ലഹരി ഉപയോഗമെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. യുവ സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ, ഛായാഗ്രാഹകൻ സമീർ താഹിർ എന്നിവർ പ്രതികളായ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ എക്സൈസ് കുറ്റപത്രം സമർപ്പിച്ചു. സമീർ താഹിറിന്റെ അറിവോടെയാണ് ഫ്ളാറ്റിൽ സംവിധായകർ ലഹരി ഉപയോഗിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 4 പ്രതികളാണ് കുറ്റപത്രത്തിലുള്ളത്. എന്നാൽ സിനിമാ പ്രവർത്തകർക്ക് ലഹരി എത്തിച്ചു നൽകിയ ഇടനിലക്കാരനെ കണ്ടെത്താനായില്ല. കോഴിക്കോട് സ്വദേശിയായ നവീൻ എന്ന യുവാവാണ് ലഹരി കൈമാറിയതെന്നായിരുന്നു പ്രതികളുടെ മൊഴി. കഴിഞ്ഞ ഏപ്രിലിലാണ് സമീർ താഹിറിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് ഹൈബ്രിഡ് കഞ്ചാവുമായി സിനിമാ പ്രവർത്തകരെ എക്സൈസ് പിടികൂടിയത്. 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവായിരുന്നു ഇവരുടെ പക്കൽ നിന്നും കണ്ടെത്തിയത്. കേസെടുത്ത 6 മാസം പിന്നിടുമ്പോഴാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തിയത്. 3 കഞ്ചാവ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിക്കപ്പെട്ടത്. അമൃത ന്യൂസ്, കൊച്ചി. ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരിൽ സുരക്ഷിതബോധം ഉറപ്പാക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ രക്ഷിതയുടെ ഭാഗമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനുകളിലും പരിശോധന വ്യാപകമാക്കി RPF. വനിതാ പോലീസ്, ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സേനാംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് റെയിൽവേ പോലീസിന്റെയും RPFന്റെയും സംയുക്ത പരിശോധന. ട്രെയിൻ യാത്രയിലെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നതോടെയാണ് നടപടി. മദ്യപിച്ച് യാത്ര ചെയ്യുന്നവരെ കണ്ടെത്താൻ ആൽക്കോമീറ്റർ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നുണ്ട്. കുറ്റക്കാർക്കെതിരെ കേസെടുത്ത് ശക്തമായ നിയമ നടപടികളിലേക്ക് കടക്കും. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ DYSP ജോൺ അറിയിച്ചു. അവരെ പരിശോധിക്കുക, മറ്റ് ആൻറ്റി സോഷ്യലിനെ പരിശോധിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള, ഭീതിയില്ലാതെ യാത്ര ചെയ്യാനുള്ള, അവരുടെ ഭീതി മനസ്സിൽ നിന്ന് മാറ്റുക എന്നുള്ള ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ഡ്രൈവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നല്ല റെസ്പോൺസാണ് പബ്ലിക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നല്ല ഒരു കോൺഫിഡൻ്റ് ഉണ്ട്. ഒറ്റപ്പെട്ട കൊച്ചു കൊച്ചു വിഷയങ്ങളുണ്ടെങ്കിലും അവർക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ഇത് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യുക, ഈ അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടെത്തുക, അത് കുറവ് അമർച്ച ചെയ്യുക. സെക്കൻഡ്ലി ഇത് ഫോക്കസ് ചെയ്യുന്നത് ബോധവൽക്കരണമാണ്. അതിപ്പോൾ
യാത്രക്കാരാകാം, അല്ലെങ്കിൽ റെയിൽവേ പാസഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവരെ സംഘടിപ്പിക്കുക. അല്ലെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ വെൻഡേഴ്സ് ഉണ്ട്, ഷോപ്പേഴ്സ് ഉണ്ട്, ഇതുപോലെ പോർട്ടർമാരുണ്ട്. ഇവരെ കണ്ടെത്തി ഇവർക്കൊക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. ഒരു കൊച്ചു വിഷയം വന്നു, അവരുടെ വിഷമതകൾ പെട്ടെന്ന് പറയാം. കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടതിൽ ദുരൂഹത നീങ്ങും മുമ്പ് നിർണായക CCTV ദൃശ്യങ്ങളും പോലീസ് കൈമോശം വരുത്തി. ബാലമുരുകൻ രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് പരിശോധിക്കുന്നതിനിടയിൽ ഡിലീറ്റായി എന്നാണ് വിശദീകരണം. ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ നടപടി തുടങ്ങി. ഒരു തവണ ജയിൽ ചാടിയ പ്രതിയെ ഭക്ഷണശേഷം കൈവിലങ്ങ് പോലും അണിയിക്കാതെ ജയിലിലേക്ക് കൊണ്ടുപോയി. ജയിലിന് 50 മീറ്റർ അകലെ മൂത്രമൊഴിക്കാൻ വാഹനം നിർത്തി. കുപ്രസിദ്ധ മോഷ്ടാവായ ബാലമുരുകൻ ജയിൽ മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെട്ടു. അടിമുടി ദുരൂഹത നീങ്ങും മുൻപാണ് കേസിൽ നിർണായകമായ CCTV ദൃശ്യങ്ങൾ നഷ്ടപ്പെട്ടത്. തൃശൂർ പാടുകാട് നിന്ന് ബൈക്ക് മോഷ്ടിച്ച ബാലമുരുകൻ രക്ഷപ്പെട്ടു എന്നാണ് കേരള പോലീസ് കണ്ടെത്തൽ. ഇത് സാധൂകരിക്കുന്ന നിർണായക CCTV ദൃശ്യങ്ങൾ സമീപത്തെ ഒരു വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഈ ദൃശ്യങ്ങൾ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് പരിശോധിക്കുന്നതിനിടയിൽ നഷ്ടമാവുകയായിരുന്നു. ദൃശ്യങ്ങൾ പിന്നോട്ടടിച്ചപ്പോൾ ഡിലീറ്റായി എന്നാണ് വിശദീകരണം. ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള നടപടി ആരംഭിച്ചു. നിലവിൽ ക്യൂ ബ്രാഞ്ചിനാണ് അന്വേഷണ ചുമതല. കേരള പോലീസും സമാന്തരമായി ബാലമുരുകന് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് കോടതിയിൽ ഹാജരാക്കി തിരിച്ചുവരുന്നതിനിടെ ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അമൃത ന്യൂസ്, തൃശൂർ. ഇന്ന് ക്യാൻസർ ബോധവൽക്കരണ ദിനം. ക്യാൻസർ എന്ന രോഗത്തെ അതിജീവിച്ച അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന കോഴിക്കോട് കൊടിയത്തൂർ സ്വദേശിനിയായ ഡോക്ടർ നീന മുനീറിന്റെ പുസ്തകം പ്രകാശനം ചെയ്തു. മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിലുള്ള സമയങ്ങളിൽ നീന എഴുതിയ ക്യാൻസർ കിടക്കയിൽ നിന്നുള്ള കുറിപ്പുകൾ കവി PK ഗോപിക്ക് നൽകി MP അബ്ദുൾ സമദ് സമദാനിയാണ് പ്രകാശനം നിർവഹിച്ചത്. ഹൃദയത്തോട് ചേർന്ന തൈമസ് ഗ്രന്ഥിയിൽ ക്യാൻസർ ബാധിച്ച് ഇനി അല്പനാളുകൾ കൂടി മാത്രമേ ജീവൻ നിലനിൽക്കുകയുള്ളൂ എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയ നാളുകളിൽ മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിലുള്ള സമയങ്ങളിലാണ് യുവ ഡോക്ടറായ കൊടിയത്തൂർ സ്വദേശിനി ഡോക്ടർ നീന മുനീർ അനുഭവക്കുറിപ്പുകൾ എഴുതിയത്. നീന മുനീറിന്റെ ക്യാൻസർ കിടക്കയിൽ നിന്നുള്ള കുറിപ്പുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ചെറുവാടി പാരമൗണ്ട് ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞ സദസ്സിൽ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ PK ഗോപിക്ക് ആദ്യ പ്രതി നൽകിക്കൊണ്ട് സമദാനി MP നിർവഹിച്ചു. സാന്ത്വന ഫിലോസഫിയിലേക്ക് ചേർത്ത് വെക്കാവുന്ന പുസ്തകമാണ് നീന മുനീറിന്റെ ക്യാൻസർ കിടക്കയിൽ നിന്നുള്ള കുറിപ്പുകളെന്ന് അബ്ദുൾ സമദ് സമദാനി MP പറഞ്ഞു. മലയാളിക്ക് അത്യാവശ്യം വേണ്ട വിദ്യാഭ്യാസം വൈകാരിക വിദ്യാഭ്യാസമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫിലോസഫി പൊതുവെ ഡ്രൈ ആണ്, പക്ഷെ ഇമോഷണൽ ഫിലോസഫി ഒരിക്കലും അങ്ങനെ ആവില്ല. അതിനെപ്പോഴും ഹൃദയത്തിന്റെ നനവുണ്ടാവും. മലയാളിക്ക് അത്യാവശ്യം വേണ്ട വിദ്യാഭ്യാസം വൈകാരിക വിദ്യാഭ്യാസമാണ്, ഇമോഷണൽ എഡ്യൂക്കേഷൻ. അത് മാത്രല്ല, ബാക്കിയൊക്കെ ഉണ്ട്. എങ്ങനെ ഓരോ സന്ദർഭത്തിൽ പെരുമാറണം, എന്ത് പറയണം, ആരോട് എങ്ങനെ, ഇതൊക്കെ കൾച്ചറിന്റെ ഭാഗമാണ്, സംസ്കാരത്തിന്റെ ഭാഗമാണ്. പ്രശസ്ത കവിയും ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയായിരുന്നു. പ്രൊഫസർ ഹമീദ് ചേന്നമംഗലൂർ പുസ്തക പരിചയം നടത്തി. പുസ്തകത്തിന് അവതാരിക എഴുതിയ ഡോക്ടർ MN കാരശ്ശേരി ആദ്യ വിൽപ്പന നിർവഹിച്ചു. പുസ്തകമെഴുതിയ ഡോക്ടർ നീന മുനീറിനെയും രോഗി പരിചരണത്തിന്റെ ഭാഗമായി മകളുടെ മുടി മുറിക്കുന്നതിനു മുൻപ് തന്റെ മുടി മുറിച്ച് മാതൃകയായ നീനയുടെ മാതാവ് AM ബേബി സോഫിയ 14 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ ഡോക്ടർ നീനയെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ച ഡോക്ടർ നാസർ യൂസഫ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്തെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോഴിക്കോട്. വികസിത ഭാരതത്തിനായി കേന്ദ്ര സർക്കാർ ഒരുക്കിയ എമർജിംഗ് സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നവേഷൻ കോൺക്ലേവിൽ ശ്രദ്ധേയമായി അമൃത വിശ്വവിദ്യാപീഠം. ആരോഗ്യമേഖലയിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലുമുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളും കാഴ്ചപ്പാടുകളുമാണ് അമൃത വിശ്വവിദ്യാപീഠം ഡൽഹിയിൽ നടന്ന കോൺക്ലേവിൽ ഒരുക്കിയത്. പ്രധാനമന്ത്രിയുടെ മുഖ്യ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവ് ഉൾപ്പെടെയുള്ളവർ പവലിയൻ സന്ദർശിച്ചു, ആശംസകൾ അറിയിച്ചു. 2047 ഇന്ത്യയെ വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് എത്തിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കുള്ള വേദി ഡൽഹിയിൽ ഒരുക്കിയത്. ഇതിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ചത് അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പവലിയനാണ്. പുതിയ ഇന്ത്യയ്ക്കു വേണ്ടി ശാസ്ത്ര സമൂഹത്തിന് എത്രത്തോളം സംഭാവനകൾ നൽകാൻ കഴിയും എന്നുള്ളതാണ് കോൺക്ലേവിലൂടെ ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അമ്മയുടെ കാഴ്ചപ്പാടുകൾ മുൻനിർത്തി എന്തൊക്കെ നൽകാൻ കഴിയും എന്നുള്ളതാണ് അമൃത വിശ്വവിദ്യാപീഠം കാണിച്ചു തരുന്നത്. ആരോഗ്യമേഖലയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന നൂതന സംവിധാനങ്ങൾ അമൃത വിശ്വവിദ്യാപീഠം പരിചയപ്പെടുത്തുകയാണ്.
20 രൂപ ചെലവിൽ 20 മിനിറ്റ് കൊണ്ട് കരളിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ കഴിയുന്ന പേപ്പർ സ്ട്രിപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എൻസൈമുകളില്ലാത്ത ഗ്ലൂക്കോമീറ്ററാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഉപകരണം. ഇതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വേഗത്തിലും കുറഞ്ഞ ചെലവിലും പരിശോധിക്കാൻ കഴിയും. ലാബ് ഓൺ എ ചിപ്പ് ഡിവൈസാണ് മറ്റൊരു കണ്ടുപിടുത്തം. ഒരു ചിപ്പ് ഉപയോഗിച്ച് വിവിധ അസുഖങ്ങൾ കണ്ടെത്തുകയോ നിരീക്ഷിക്കുകയോ ഒക്കെ ചെയ്യാം. പ്രമേഹം, കൊളസ്ട്രോൾ, ബിലിറുബിൻ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ എന്നിവയുടെ നിലവിലെ സാഹചര്യം ഈ ചിപ്പിലൂടെ കണ്ടെത്താൻ കഴിയും. ഒരു തുള്ളി രക്തം മാത്രം മതി ഇത്രയും പ്രവർത്തനങ്ങളുടെ ഫലം അറിയാൻ. മൈക്രോ സൂപ്പർ കപ്പാസിറ്റർ വിരലിൽ ഘടിപ്പിച്ച് ശ്വാസഗതി അറിയുന്നതുപോലെ ഹൃദയത്തിന്റെ പ്രവർത്തനം അറിയാൻ കഴിയുന്ന ഉപകരണവും വളരെ എളുപ്പത്തിൽ ലളിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന ECG സംവിധാനവും അമൃത വിശ്വവിദ്യാപീഠം അവതരിപ്പിക്കുന്നു. ഡിജിറ്റൽ ടിൻ സാങ്കേതിക വിദ്യയാണ് മറ്റൊരാകർഷണം. ഒരേ സമയം ഹൃദയത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുകയും അതിനനുസരിച്ച് മരുന്നിന്റെ അളവ് ക്രമീകരിച്ച് നൽകുകയും ചെയ്യുന്ന ഉപകരണമാണിത്. ഉരുൾപൊട്ടൽ മുൻകൂട്ടി അറിയാൻ കഴിയുന്ന സംവിധാനവും മുറിക്കുള്ളിലെ വായു മലിനീകരണം കുറയ്ക്കാൻ കഴിയുന്ന ഉപകരണവുമെല്ലാം കോൺക്ലേവിന്റെ ഭാഗമായി അമൃത വിശ്വവിദ്യാപീഠം അവതരിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ മുഖ്യ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവ് അജയ് സൂദ്, ഭൗമശാസ്ത്ര മന്ത്രാലയം സെക്രട്ടറി രവിചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പവലിയൻ സന്ദർശിച്ച് ആശംസകൾ അറിയിച്ചു. സിസ്റ്റ് മേധാവി ഡോക്ടർ അനിത ഗുപ്തയും പവലിയനിൽ എത്തി. It has been a great experience visiting the booth of Amrita Vishwa Vidyapeetham. The kind of work which is being done across various domains of technology to empower communities and to tackle various problems spanning from climate change like landslide advanced warning system to coming out with the products and solutions which are assistive solutions for our cross section of patients which are devoid of normalcy. So I could see not only in the medtech domain but also in the domain of how LLM is being used to really empower patients with variety of solutions which are being offered, and obviously Amma, who is behind the all support and contributing a lot in the entire nation development at large. 40 വയസ്സിന് താഴെയുള്ളവരെയാണ് കൂടുതലായി കോൺക്ലേവിന്റെ ഭാഗമാക്കിയത്. പുതിയ ഇന്ത്യക്കായി തങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ നൽകുകയാണ് യുവസമൂഹവും നൂതന ആശയങ്ങളും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മഴക്കാലത്തും നെല്ലുണക്കാൻ കഴിയുന്ന നൂതന സാങ്കേതിക സംവിധാനവുമായി അമൃത സർവകലാശാല. പ്രതികൂല കാലാവസ്ഥയിൽ നെല്ലുണക്കാൻ കഴിയാത്ത ചെറുകിട നെൽകർഷകർക്ക് ആശ്വാസമാവുകയാണ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള അമൃത ടെക്നോളജി എനേബിളിംഗ് സെന്റർ വികസിപ്പിച്ച നെല്ലുണ കേന്ദ്രം. 4 മണിക്കൂർ കൊണ്ട് 400 കിലോഗ്രാം നെല്ല് ഉണക്കാനാകുമെന്നതാണ് ഈ യന്ത്രത്തിന്റെ പ്രത്യേകത. നീണ്ടു നിൽക്കുന്ന മഴക്കാലം നെൽകർഷകരെ സംബന്ധിച്ച പലപ്പോഴും വെല്ലുവിളിയാണ്. മാറിമറിയുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലം ദുരിതമനുഭവിക്കുന്ന കേരളത്തിലേതടക്കമുള്ള നെൽകർഷകർക്ക് പുതിയ സംവിധാനങ്ങളിലൂടെ വിള സംരക്ഷണം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമൃത സർവകലാശാല പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത്. സർവകലാശാലയ്ക്ക് കീഴിലുള്ള അമൃത ടെക്നോളജി എനേബിളിംഗ് സെന്റർ വികസിപ്പിച്ച നെല്ലുണക്ക് യന്ത്രം മാസങ്ങൾ നീളുന്ന മഴക്കാലത്ത് സംസ്ഥാനത്തെ നെൽകർഷകർ നേരിടുന്ന വലിയ പ്രതിസന്ധിക്ക് പരിഹാരമാകും. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ പിന്തുണയോടെ വികസിപ്പിച്ച ഈ നിയന്ത്രിത അന്തരീക്ഷ വിളവെടുപ്പ് ഉണക്കൽ സംവിധാനം ഉപയോഗിച്ച് നെല്ലിന്റെ പോഷക ഔഷധ ഗുണങ്ങളോ സുഗന്ധമോ നഷ്ടപ്പെടാതെ ഏകീകൃത താപനിലയിൽ ഉണക്കിയെടുക്കാൻ സാധിക്കും. ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം അപ്രതീക്ഷിതമായ മഴ പെയ്യുന്നതുകൊണ്ട് ഈ നെല്ല് ഉണക്കിയെടുക്കുന്നതിന് വേണ്ടി കർഷകർ വളരെ ബുദ്ധിമുട്ടുകയായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നവുമായി അവർ അമ്മയെ സമീപിക്കുകയും അമ്മ അതിന് പറ്റിയൊരു പരിഹാരം കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് നിർദ്ദേശിക്കുകയുമായിരുന്നു. ആ അവസ്ഥയിലാണ് അതിൽ നിന്ന് ഉത്ഭവിച്ചാണ് ഈ അമൃത ഡീഹൈഡ്രേഷൻ സിസ്റ്റം. ഇത് 300 മുതൽ 400 കിലോ വരെ നെല്ല് അവർക്ക് 4 മണിക്കൂർ കൊണ്ട് ഉണക്കിയെടുക്കാൻ പറ്റും. ഇതിന് ഒരു റോട്ടറി ഡ്രം ഇൻസൈഡിൽ ഒരു റോട്ടറി ഡ്രം ഉള്ള ഒരു മെഷീനാണ്. ഇതിലേക്ക് നെല്ല് ലോഡിൽ ചെയ്യുകയും അതിലേക്ക് ഹോട്ട് എയർ പമ്പ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിന് ഏകദേശം 4 മണിക്കൂറോളം എടുക്കാൻ പറ്റും. വലിയ കർഷകർക്ക് അവർക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ കണ്ടിന്യൂസ് പ്രോസസ്സിൽ ഉണക്കുന്ന സംവിധാനങ്ങളുണ്ട്. അത് വളരെ കോസ്റ്റ്ലി മെഷീനാണ്, ക്രോഡ്സ് വില വരുന്നതാണ്. ചെറുകിട കർഷകർക്ക് 3 ലക്ഷം 4 ലക്ഷം ആ വിലയ്ക്ക് വരാവുന്ന ചെറുകിട ഇൻവെസ്റ്റ് ചെയ്യാവുന്ന വിധത്തിലുള്ള കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഷീനാണിത്. അവരുടെ ഡെയിലി പ്രൊഡക്ഷൻ 500-600 കിലോ മാത്രമേ വരാറുള്ളൂ. അതിന് സൂട്ടബിളാണ്.
മഴ കാരണം ഈർപ്പം തങ്ങി നെല്ലിൽ പൂപ്പൽ പിടിക്കുന്നത് മൂലമുള്ള നഷ്ടം ഇതോടെ പൂർണ്ണമായും ഒഴിവാക്കാം. നിലവിൽ 2 ടണ്ണിന് മുകളിലുള്ള നെല്ലുണക്കാനുള്ള സംവിധാനമാണ് പലയിടത്തും പ്രവർത്തിക്കുന്നത്. ഇത് ചെറുകിട മില്ലുകൾക്കും കർഷകർക്കും പ്രയോജനം ചെയ്യുന്നില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് പുതിയ സംവിധാനം വികസിപ്പിക്കാൻ നടപടി തുടങ്ങിയത്. അമൃത വിശ്വവിദ്യാപീഠം ചാൻസലർ മാതാ അമൃതാനന്ദമയി ദേവിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വിഷയത്തിൽ ഗവേഷണം ആരംഭിച്ചത്. അമൃത സർവകലാശാല ഡീൻ ഡോക്ടർ കൃഷ്ണശ്രീ അച്യുതന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ച യന്ത്രത്തിന് ഒരേ സമയം 400 കിലോഗ്രാം നെല്ലുണക്കാനാകും. This project actually helped us extend this vision to the farmer community, and it extended beyond just being a post-harvest technology to a farmer-driven initiative that not only improved the grain quality but helped them regain income stability as well and confidence in paddy production. മുൻപ് 2 ദിവസത്തിലധികമാണ് നെല്ലുണക്കാൻ സമയമെടുത്തിരുന്നതെങ്കിൽ ഈ സംവിധാനത്തിലൂടെ വെറും 4 മണിക്കൂർ കൊണ്ട് നെല്ലുണക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടെന്ന് കർഷകരും ചെറുകിട മില്ലുടമകളും പറയുന്നു. ഈ മെഷീൻ വന്നതിന് ശേഷം നമുക്കത് ആദ്യം ഞങ്ങൾ ഇതുപോലെ 3 ദിവസം കൊണ്ടാണ് ഉണക്കിയെടുക്കാറ്. സിംഗിൾ ബോയിൽഡാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ മെഷീൻ വന്നതിന് ശേഷം 4 മണിക്കൂർ കൊണ്ട് ഉണക്കാൻ പറ്റും. അമൃത യൂണിവേഴ്സിറ്റിക്കാരുടെ നല്ല സപ്പോർട്ടും അവരുടെ പരിശ്രമം ഫലമായിട്ടാണ് ഈ മെഷീൻ നമുക്ക് ഉണ്ടാക്കി കിട്ടിയത്. ചെറുകിട കർഷകർക്ക് നെൽകൃഷിയിൽ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും ഓരോ ധാന്യത്തിനും മികച്ച വില ഉറപ്പാക്കാനും ഈ നൂതന സാങ്കേതിക വിദ്യ സഹായകരമാകും. അമൃത ന്യൂസ്, തൃശൂർ. കളിയുടെ ആവേശം പകർന്നും നേട്ടങ്ങളിലൂടെ അഭിമാനമുയർത്തിയും ഇന്ത്യൻ ഹോക്കി കായിക ഭൂപടത്തിൽ തലയുയർത്തി നിൽക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 1 നൂറ്റാണ്ടിലേക്ക് എത്തുകയാണ്. രാജ്യമെമ്പാടും നടന്ന ഹോക്കി ഇന്ത്യയുടെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആലപ്പുഴ അമൃത സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂളിൽ കേരള ഹോക്കി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ദിനാചരണവും ഹോക്കി സ്റ്റിക് വിതരണവും നടത്തി. 1925 നവംബർ 7-നാണ് മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായത്. 100 വർഷം തികയുന്ന വെള്ളിയാഴ്ച രാജ്യത്തെമ്പാടും വിപുലമായ പരിപാടികളാണ് നടന്നത്. രാജ്യത്താകെ 1000 മത്സരങ്ങളാണ് ഹോക്കി ഇന്ത്യ സംഘടിപ്പിച്ചത്. ഈ ആഘോഷങ്ങളുടെ ഭാഗമായി ആലപ്പുഴ അമൃത സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സ്കൂളിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ ആലപ്പുഴ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുര്യൻ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. അമൃത വിദ്യാലയത്തിലെ കുട്ടികളെക്കുറിച്ച് വലിയ അഭിപ്രായമാണ് സമൂഹത്തിനിടയിൽ ഉള്ളതെന്നും കായികക്ഷമത ഉള്ള കുട്ടികളെ വളർത്തിയെടുക്കാൻ അമൃത വിദ്യാലയങ്ങൾ എടുക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. അമൃത വിദ്യാലയത്തിലെ കുട്ടികളെ കുറിച്ച് വളരെ വലിയ ഒരു കാഴ്ചപ്പാടാണുള്ളത്. നിന്റെ അമ്മ പറയുന്നത് പോലെ തന്നെ ചിരിക്കണമെങ്കിൽ ആരോഗ്യമുള്ള ഒരു ശരീരം വേണം. ഒരു ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാക്കണമെങ്കിൽ കായികമായ ക്ഷമത ഉണ്ടാവണം. കായികമായ ക്ഷമത ഉണ്ടായാൽ മാത്രമേ അവന് നല്ല ബുദ്ധിയോടുകൂടിയും നല്ല ആരോഗ്യത്തോടുകൂടിയും മനസ്സമാധാനത്തോടുകൂടിയും പഠിക്കാൻ സാധിക്കുകയുള്ളൂ. യോഗത്തിൽ അമൃത വിദ്യാലയം അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടറും അമൃത സെന്റ് മേരീസ് സ്കൂൾ മാനേജറുമായ GS സജികുമാർ അധ്യക്ഷനായി. കുട്ടികൾക്കുള്ള ഹോക്കി സ്റ്റിക്കുകളുടെ വിതരണവും സജികുമാർ നിർവഹിച്ചു. അക്കാദമിക് കാര്യങ്ങൾക്കപ്പുറം കായിക മേഖലയ്ക്കും വലിയ പ്രാധാന്യമാണ് അമൃത വിദ്യാലയങ്ങൾ നൽകുന്നതെന്നും കായിക മേഖലയെ പരിപോഷിപ്പിക്കാൻ നിരവധി പ്രവർത്തനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്കറിയാം, നമ്മുടെ അമൃത വിദ്യാലയങ്ങൾ സ്പോർട്സിന് അക്കാദമിക്കിനൊപ്പം തന്നെ പരമാവധി പ്രാധാന്യം നൽകുന്നുണ്ട്. ഒരു ഒളിമ്പിക്സ് പോലുള്ള കായിക പരിപാടികളിൽ നമ്മുടെ കുട്ടികളെ അത് പ്രാപ്തരാക്കുന്നതിന് വേണ്ടി, നമ്മുടെ ടീം അംഗങ്ങളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇന്റർനാഷണൽ സ്കൂളും ഒരു സ്പോർട്സ് അക്കാദമിയും വളരെ താമസിയാതെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് നടക്കാൻ പോവുകയാണ്. യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പാൾ ജയമോൾ PT, കേരള ഹോക്കി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CT സോജി, ആലപ്പുഴ ജില്ലാ ഹോക്കി അസോസിയേഷൻ സെക്രട്ടറി ഹീരാലാൽ, ആലപ്പുഴ ഹോക്കി അസോസിയേഷൻ ട്രഷറർ സുനിൽ ജോർജ്, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജാക്വിലിൻ കുരുവിള തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കാട്ടൂർ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെയും കലവൂർ GHS സ്കൂളിലെയും ഹോക്കി ടീമുകൾ തമ്മിലുള്ള പ്രദർശന മത്സരവും നടന്നു. അമൃത ന്യൂസ്, ആലപ്പുഴ.